ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു കോമൺ സെൻസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ക്രൈം റേറ്റും അതിന്റെ കാരണങ്ങളെ കുറിച്ചാണ്. ഇന്ന് എല്ലാ ദിവസവും വ്യത്യസ്ത തരത്തിലുള്ള പുതിയ രീതിയിലുള്ള കൊലപാതകങ്ങളുടെയും മറ്റു മർഡറുകളുടെയും കഥ കേട്ടാണ് ഇന്ന് ഞാൻ ഉറക്കം വരുന്നത്. ഈ പോക്ക് പോകുകയാണെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നതിൽ നിന്ന് ചെകുത്താന്റെ നാട് എന്നതിലേക്കുള്ള ദൂരം വിദൂരമല്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കുട്ടികളിൽ ഉയർന്നു വരുന്ന ക്രിമിനൽ സ്വഭാവം. ഈ അടുത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് മാഹിർ എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. സഹപാഠികളുടെ ക്രൂരമായ, പറയാൻ അറപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള റാഗിങ്ങിനിരയായി ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. തങ്ങൾ റാഗ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥി മരിച്ചു എന്നറിഞ്ഞപ്പോഴും ആ മരണത്തിൽ അവർ ആനന്ദം കണ്ടെത്തിയതാണ് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ മുന്നിൽ കണ്ടത്. അതുപോലെ തന്നെയാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന റാഗിംഗ് എന്ന പേരിൽ നടന്ന അതിക്രൂരമായ ചലത്തെ. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയെ കോമ്പസ് കൊണ്ട് കുത്തി വായിൽ കൂടി ലോഷൻ ഒഴിച്ച വീഡിയോ നമ്മൾ വളരെ വേദനാജനകമായാണ് കണ്ടത്. ഇത്തരം സംഭവങ്ങളെ ഒന്നും മൃഗീയം എന്ന് പോലും സൂചിപ്പിക്കാൻ കഴിയില്ല. കാരണം മൃഗങ്ങളൊന്നും ഇത്തരം ക്രൂരതകൾ ചെയ്യില്ല. കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിലെല്ലാം ആന്റി റാഗിംഗ് ബോർഡുകൾ, ബാനറുകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലതിന്റെയും മറവിൽ ഇന്ന് റാഗിംഗ് നടക്കുന്നുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു MLA-യുടെ മകനെ കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ പോലീസ് പിടിക്കപ്പെടുകയുണ്ടായി. കാക്കക്ക് തെൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണല്ലോ. സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി ആ MLA പറഞ്ഞതാവട്ടെ, അവർ കുട്ടികളല്ലേ, ഒരു തമാശക്ക് വേണ്ടി ചെയ്തതായിരിക്കാമെന്നാണ്. ഇറ്റ്സ് നോട്ട് ജോക്ക്. ഇത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് കേരളത്തിലെ ഒരു കൊടും കൊലപാതകയുടെ കഥയാണ്. കേരളത്തിൽ അങ്ങും ഇങ്ങുമായി കൊലപാതകങ്ങളും മോഷണങ്ങളും നടത്തിയ ഒരു മോഷ്ടാവിനെ അല്ലെങ്കിൽ ഒരു കൊലപാതകയെ പോലീസ് പിടിക്കുകയുണ്ടായി. ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി ഇയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അവസാനമായി വധശിക്ഷയ്ക്ക് മുമ്പ് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ആരാഞ്ഞപ്പോൾ തന്റെ സ്വന്തം മാതാവിനെ കാണണമെന്നായിരുന്നു ഇയാളുടെ അവസാന ആഗ്രഹം. സ്വന്തം അമ്മയെ കണ്ട നിമിഷം ഇയാൾ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും അമ്മയുടെ ചെവി കടിച്ചു പറിക്കുകയും ചെയ്തു. താൻ മരിക്കുന്നതിന്റെ മുമ്പ് ഉള്ള അവസാനത്തെ നിമിഷത്തിലും തനിക്ക് എങ്ങനെ ഇത്തരം ക്രൂരത ചെയ്യാൻ സാധിച്ചുവെന്ന് പ്രതിയോട് പോലീസ് ചോദിച്ചപ്പോൾ അയാളുടെ മറുപടി വളരെ വിചിത്രമായിരുന്നു. ചെറുപ്പത്തിൽ താൻ നടത്തിയ മോഷണങ്ങൾക്കും മറ്റു ചെറുതെറ്റുകൾക്കും അമ്മ തന്നെ ശിക്ഷിക്കാതെ പകരം അതിന് പ്രോത്സാഹിക്കുക മാത്രമാണ് ചെയ്തത്. തന്റെ ഇന്നത്തെ അവസ്ഥക്ക് അമ്മയാണ് കാരണം എന്നാണ് ഇയാൾ പറഞ്ഞത്. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, കുട്ടികളിൽ ചെറുപ്പത്തിൽ കണ്ടുവരുന്ന ഇത്തരം ശീലങ്ങളെ നാം ശാസിക്കുകയും അവരെ ശിക്ഷിക്കുകയും വേണം. അല്ലാതെ ഇത്തരം തെറ്റുകൾക്ക് അവരെ അനുകൂലിക്കുകയല്ല വേണ്ടത്. ഇന്ന് കേരളത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ക്രൈം റേറ്റ്, അതിന് ഒരു മെയിൻ കാരണം ലഹരിയുടെ ഉപയോഗം തന്നെയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ലഹരി പദാർത്ഥം വാങ്ങിക്കാൻ കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊന്ന ഒരു കാപാലികന്റെ കഥ ഞാൻ വളരെ വേദനയോടെ കേട്ടവരാണ്. ഇന്ന് ലഹരിയുടെ ഉപയോഗം ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉപയോഗിക്കുന്നത് ഒരു ഹീറോയിസവും ഇത് ഉപയോഗിക്കാതെ മണ്ടന്മാരും പാൽകുപ്പികളും എന്നാണ് ഇത് ഉപയോഗിക്കുന്ന ആണുങ്ങളുടെ വിചാരം. യഥാർത്ഥത്തിൽ ഇത് സുലഭമായി കിട്ടുന്ന ഈ കാലത്ത് സ്വന്തം ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഇതൊന്നും ഉപയോഗിക്കാത്തതല്ലേ യഥാർത്ഥ ഹീറോയിസം. ലഹരിയെ കുറിച്ച് ഞങ്ങൾക്കും ലാലേട്ടനും ഒന്നേ പറയാനുള്ളൂ. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്ന തീർത്തും വൈൽഡായിട്ടുള്ള സിനിമകളും ആളുകളുടെ ഇടയിൽ ക്രിമിനൽ മനോഭാവം ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. സ്വന്തം ഭാര്യയെ കൊന്ന് കുക്കറിലിട്ട് വേവിച്ച് നദിയിൽ ഒഴുക്കിയ ഈ അടുത്തേറെ ചർച്ചയായ ഹൈദരാബാദ് മർഡർ കേസ്. ഈ ക്രൈം ചെയ്യാൻ ഐഡിയ ലഭിച്ചത് ഈ അടുത്ത് ഇറങ്ങിയ സൂക്ഷ്മദർശിനി എന്ന മലയാള ചിത്രത്തിൽ നിന്നാണ് പ്രതിയുടെ മൊഴി. ക്രൈം ജേണലിലുള്ള സിനിമകൾ ആളുകൾ ഇഷ്ടപ്പെടുന്നതിനോടൊപ്പം ഇതോടൊപ്പം ആളുകളുടെ ക്രിമിനൽ മെന്റാലിറ്റി കൂടി വളർന്നു വരുന്നുണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ന്യൂസുകൾ ദിവസേന നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണാറുണ്ടെങ്കിലും 2 ദിവസങ്ങൾക്കപ്പുറം അതിന്റെ ഫോളോ അപ്പുകളൊന്നും ഇല്ലാതെ അത് നിന്നു പോവുകയാണ് പതിവ്. കാരണം ന്യൂസ് ചാനലുകൾക്കും പത്രമാധ്യമങ്ങൾക്കും വേണ്ടത് പൗരബോധവും മാധ്യമധർമ്മവുമല്ല, മറിച്ച് ന്യൂസുകളാണ്. പൗരബോധവും അച്ചടക്കവുമുള്ള ഒരു നല്ല തലമുറക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ജോയിൻ വിത്ത് കോമൺ സെൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.